മെന്ന് എൻ്റെ പ്രശ്നമറിയാമെന്ന് അതിൽ ഇടപെടാൻ സാധിക്കുമെന്ന് അതിന് പരിഹാരം നൽകാൻ സാധിക്കുമെന്ന് ഇവൻ വിശ്വസിക്കുന്നു. കാരണം അവൻ പഠിച്ചത് അങ്ങനെയാണ്. വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് ബൈബിൾ അത് തീരം ചെയ്യും ഞാനെന്നോ പറഞ്ഞ് എവിടുന്ന് വിളിച്ചാലും ശരി, ഭാഷ പ്രശ്നമില്ല, ദേശം പ്രശ്നമില്ല, കാലം പ്രശ്നമില്ല, സമയം പ്രശ്നമില്ല, ആവശ്യം പ്രശ്നമല്ല. എപ്പോൾ എവിടുന്ന് ഏതു ഭാഷയിൽ ആരെന്തിനു വേണ്ടി എങ്ങനെ വിളിച്ചാലും ശരി, ആ വിളികളെല്ലാം വായ മൂടും മുമ്പ് അവിടെ എത്തുകയും കേൾക്കുകയും അറിയുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്ന് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് നമസ്യാർ എഴുതി വെച്ച മുഹീദ്ദീൻ മാലയിലൂടെ പഠിപ്പിച്ചെങ്കിൽ അത് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ, അത് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ അവർ ഷെയ്ഖേ എന്ന് വിളിക്കുമ്പോൾ ഈ വിശ്വാസം അവൻ്റെ ഉള്ളിലുണ്ട്. ആ വിശ്വാസമാണ് ശിർക്ക്. അടിസ്ഥാനത്തിലെ ചോദ്യമാണ് ദുആ, പ്രാർത്ഥന, ശൈഖിനുള്ള ആരാധന, റബ്ബിൽ പങ്കു ചേർക്കൽ. അത് ജിന്നിനോടായാലും ശിർക്ക്, മലക്കിനോടായാലും ശിർക്ക്, മുസ്ലിമിനോടായാലും ശിർക്ക്, അമുസ്ലിമിനോടായാലും ശിർക്ക്, ഏതു സൃഷ്ടിയോടായാലും അതെല്ലാം പ്രപഞ്ചനാഥനിൽ പങ്കു ചേർക്കലാണ്, ബഹുദൈവ ആരാധനയാണ്, ബഹുദൈവ വിശ്വാസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് വകവെച്ചു കൊടുക്കാതെ ഏതു സൃഷ്ടിയും ആ സൃഷ്ടിക്ക് നിശ്ചയിക്കപ്പെട്ട സബബ്, ആ സൃഷ്ടിക്ക് നിശ്ചയിക്കപ്പെട്ട സംവിധാനം, ആ സൃഷ്ടിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യകാരണ ബന്ധം, ആ സൃഷ്ടിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു പ്രകൃതം, ആ സൃഷ്ടിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ഭൗതിക സംവിധാനം, ആ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ സൃഷ്ടി എന്നെ കാണാമെന്നോ എന്നെ കേട്ടേക്കാമെന്നോ എന്റെ മുമ്പിൽ വരാമെന്നോ അതേപോലെ പോകാമെന്നോ ഓടാമെന്നോ ചാടാമെന്നോ വിശ്വസിച്ചാൽ ശിർക്കല്ല. ആ ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസാടിസ്ഥാനത്തിന് മുമ്പ് പുറത്തേക്ക് വരുന്ന വിളികളാണ് പ്രാർത്ഥനയായും പ്രാർത്ഥന അല്ലാതായുമെല്ലാം വേർതിരിക്കപ്പെടുന്നത് എന്ന് കൂടി നാം തിരിച്ചറിയുക. അസ്സലാമു അലൈക്കും. ഇവിടെ ഒരു ചോദ്യം ബഹുമാനായ ഹാരിസ് ബിൻ സലീമിനോടാണ്. ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോഴും പലപ്പോഴും അറിയാതെ തെറ്റുകളിൽ ചെന്നു വീഴുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ ഇസ്ലാമികമായ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ വിശദീകരിക്കാമോ? സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഒരു സ്വകാര്യമായ നിലക്ക് ഒരു സംസാരം ആവശ്യമുണ്ട് എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴെങ്കിലും പറയുമ്പോൾ അതിലെപ്പോഴും വരാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. പൊതുവേ ഏതൊരു തിന്മകളാണെങ്കിലും അതിന് തടസ്സം നിൽക്കുന്ന അനേക ഘടകങ്ങളിൽ ഒരു ഘടകം മറ്റുള്ളവർ കാണും എന്നതാണ്. മറ്റുള്ളവർ കാണുന്നു എന്ന് തെറ്റ് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് ഒരു ആൺകുട്ടി പെൺകുട്ടിയോട് ദീർഘനേരം സംസാരിക്കുന്നത് കണ്ടാൽ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഒരു ധാരണ ആ തെറ്റിൽ നിന്ന് പിന്തിരിയിക്കുന്നുണ്ട്. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ പോലും അത് മറ്റുള്ളവർ കാണുന്നു എന്ന ഒരു ഭയം അതിൽ നിന്ന് തൽക്കാലമെങ്കിലും നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം ഫോണിൽ മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത, കണ്ടുപിടിക്കാൻ പറ്റാത്ത നമ്മുടെ ഫോണിലും അതേപോലെ നാം ഉപയോഗിക്കുന്ന നെറ്റിലും എല്ലാം പലപ്പോഴും ഇത്തരം തെറ്റുകളിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാൾ കാണുമെന്ന ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെടുകയും അതൊരു പക്ഷേ നാം തന്നെ വിചാരിച്ചാലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റ്, അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകൾ ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവുന്ന ഒരു സാഹചര്യമില്ല. സ്വാഭാവികമായും അത് എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് എല്ലാം നാളെ നാം തിന്മ ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്ന സാക്ഷികളായി പരലോകത്ത് വരാതിരിക്കാൻ ഉള്ള സൂക്ഷ്മത തന്നെയാണ് അത് തടയാനുള്ള ഒന്നാമത്തെ വഴി. നമ്മുടെ ഫോൺ അതിലുപയോഗിക്കുന്ന അതിൻ്റെ ഗാലറിയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും അതിൻ്റെ കോണ്ടാക്ട്സും എല്ലാറ്റിലും നമ്മളെ പ്രതിനിധീകരിക്കുന്നുള്ള സത്യമാണ്. ഞാൻ ആരാണോ അത് എൻ്റെ കോണ്ടാക്ട്സ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ സാധാരണ കുറ്റാന്വേഷണങ്ങളിലുള്ള ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഒരു കുറ്റവാളിയുടെ സൂക്ഷിച്ചുപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റവാളിയുടെ ഫോണിൽ നിന്നും അയാളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇന്ന് കുറ്റാന്വേഷണം നടത്തുന്ന ആളുകൾക്ക് പറ്റും. നമ്മെയാണ് നമ്മുടെ ഫോൺ പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ തിന്മകൾക്ക് സാക്ഷിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫോണിലും ഇൻ്റർനെറ്റിലുമുള്ള എല്ലാ കാര്യങ്ങളും. ഇനി ഏതെങ്കിലും അവസ്ഥയിൽ ഇത്തരം തിന്മയിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അത് ഒരു അഡിക്ഷൻ വരുന്ന തിന്മകൾ തന്നെയാണ്. ഞാൻ അടുത്ത കാലങ്ങളിൽ കേട്ട, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസം തോന്നിയ ഒരു കാര്യമാണ്. സ്ഥിരമായി രാത്രി ഒരു പ്രത്യേക സമയത്ത് നെറ്റിൽ ഇത്തരം അശ്ലീലങ്ങൾ കണ്ടിരുന്നൊരു വ്യക്തി, അദ്ദേഹം വളരെയധികം ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടും
ആ തിന്മയിൽ നിന്ന് വിട്ടുമാറാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു നിസ്സഹായത, അദ്ദേഹം പറയുന്ന നിസ്സഹായത കേട്ടാൽ നമുക്ക് തന്നെ ഭയം വന്നു ചേരും. ആ ഒരു ടൈം ഉണ്ടാകുമ്പോൾ രാത്രി ആ സമയമായി കഴിഞ്ഞാൽ അയാൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അറിയാതെ കമ്പ്യൂട്ടറിൻ്റെ മുന്നിലെത്തും. ആ ചിത്രങ്ങൾ കാണാനും അത്തരം സൈറ്റുകളിലേക്ക് പോകാനും അയാളുടെ മനസ്സ് അയാളെ പ്രേരിപ്പിക്കും. സ്വാഭാവികമായും ജീവിതത്തിൽ അത് തുടങ്ങി വെച്ച് അവസാനിപ്പിക്കാൻ കഴിയാതെ എങ്ങാനും നാം ഈ ലോകം വിട്ടു പോകേണ്ടി വന്നാൽ, ഇതിന് തൊട്ട് മുമ്പ് യൗമുൽ ഹിസാബിനെക്കുറിച്ച് പരലോകത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ട ക്ലാസ്സുകൾ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടതുണ്ട്. തിന്മയുടെ നിരന്തരമായ തിന്മയുടെ കൂമ്പാരങ്ങളുമായിട്ടായിരിക്കും പോകേണ്ടി വരിക എന്ന കാര്യം നമ്മൾ തീർച്ചയായും ഭയപ്പെടണം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തിന്മകൾ നമ്മുടെ സെക്ഷലായിട്ടുള്ള കാര്യങ്ങളിലുള്ള എന്തെങ്കിലും കാഴ്ചകളോ സ്വാധീനങ്ങളോ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ മാർഗം, ഖുർആൻ പറഞ്ഞ മാർഗ്ഗമാണ് പരീക്ഷിച്ചാൽ പരാജയപ്പെടില്ല. ഒന്നാമത്തെ മാർഗം ഞാൻ കാണുകയില്ലെന്ന് തീരുമാനിക്കുക തന്നെയാണ്. നോക്കില്ലെന്ന് തീരുമാനിക്കും. നമ്മൾ കാണണ്ടെന്ന് വിചാരിച്ചാൽ കൺമുമ്പിൽ വന്നാലും നമ്മളത് കാണാതെ പോകും. അതുകൊണ്ട് നോക്കില്ലെന്ന് തീരുമാനിച്ചാൽ അതിൻ്റെ അടുത്ത കാര്യങ്ങൾ നമുക്ക് നിയന്ത്രണ വിധേയമാകും. കണ്ണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണുകളെ താഴ്ത്താൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇവിടെ നിന്നും നമ്മുടെ കൈവശമുള്ള ഫോൺ പ്രോഫ്കോൺ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ മാറ്റം നമ്മുടെ ഫോണിൽ വരുത്തിയില്ലെങ്കിൽ നമ്മുടെ മാറ്റത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ആ ഫോണിന് കഴിയും. നാം തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ മാറ്റത്തിൻ്റെ തീരുമാനങ്ങൾ ഈ കസേരയിലെടുത്ത് ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും മാറാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഫോൺ അതിൻ്റെ കൂടെ മാറിയിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചു പോയാൽ ആ ഫോൺ നമ്മളെ ഈ തിന്മയുടെ ലോകത്തേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും ശക്തമായ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം നാം ചിലവഴിക്കുന്ന, നമ്മുടെ ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ രണ്ട് ഘടകങ്ങളിൽ നമ്മുടെ വിശുദ്ധി നാം ഉറപ്പുവരുത്തണം. നാളെ അള്ളാഹുവിൻ്റെ പരലോകത്ത് നാം ഹാജരാക്കപ്പെടുമ്പോൾ യൗമ തുബുല സറായിർ, എല്ലാ തിന്മകളും പരിശോധിക്കപ്പെടുമെന്ന്. വഹുസ്സില മാഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള നമ്മുടെ നെഞ്ചകത്തുള്ള ഹൃദയത്തെ പുറത്തെടുത്ത് അതിൻ്റെ എല്ലാ സ്വകാര്യതകളെയും പരിശോധിക്കപ്പെടുമ്പോൾ തീർച്ചയായും അവിടെ നമുക്ക് വിജയം കൈവരിക്കണമെങ്കിൽ നമ്മുടെ സ്വകാര്യമായ ജീവിതത്തിലെ സൂക്ഷ്മത അനിവാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കേൾവികൾ നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ കൈകൾ നമ്മുടെ ഫോണിനെയും നമ്മുടെ നെറ്റുകളെയും എല്ലാത്തിനെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ശുദ്ധീകരിച്ചൊരു മനസ്സും ശുദ്ധീകരിച്ചൊരു സാഹചര്യവുമായി നല്ല മനസ്സിൻ്റെ സന്തോഷവും വെളിച്ചവും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സൗഭാഗ്യ ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യും. ഇസ്ലാമിക വേദികളിൽ സാധാരണ കേൾക്കുന്ന പദമാണ് തഖ്ലീദ്. ഇത് എന്താണ് എന്ന് ലളിതമായി വിശദീകരിക്കാമോ? ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സാധാരണയായി മുസ്ലിം സമുദായത്തിനിടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു പദമാണ് തഖ്ലീദ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതിൻ്റെ ഇസ്ലാമികമായ മാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. തഖ്ലീദ് എന്ന പദം യഥാർത്ഥത്തിൽ ഖിലാദത്ത് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. ഖിലാദത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കഴുത്തിലണിയുന്ന മാലക്കാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. എന്നാൽ ഇസ്ലാമികമായി തഖ്ലീദ് പറയുമ്പോൾ സാധാരണയായി പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുള്ള നിർവചനം ഖബൂലി ഖൗലിൽ ഗൈരി ബിഗൈരി ഹുജ്ജ, മറ്റൊരു മനുഷ്യൻ്റെ വാക്കുകൾ അയാളുടെ തെളിവുകളും പ്രമാണങ്ങളും നോക്കാതെ സ്വീകരിക്കുന്നതിനാണ് തഖ്ലീദ് എന്ന് പറയുക. ഇന്ന് മുസ്ലിം സമുദായത്തിൽ പല രീതികളിലുള്ള തഖ്ലീദ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാർ തഖ്ലീദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സംഘടനകൾ തഖ്ലീദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നേതാക്കന്മാർ തഖ്ലീദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമികമായി കൊണ്ട് ഇതിൻ്റെ മാനമെന്താണ് എന്നുള്ളത് വളരെ പ്രസക്തമാവുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന ശിലകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ സംഘടനയെയോ അല്ലെങ്കിൽ ഒരു നേതാവിനെയോ തഖ്ലീദ് ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇസ്ലാമിക സമൂഹത്തിൽ വളർന്നു വരുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ സമ്പൂർണ്ണമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി
എന്ന് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് തൻ്റെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്ന അവസാന വേളയിൽ ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല അൽ ബല്ലഅതു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദീനിൻ്റെ ഏതൊരു ചെറിയ വിഷയമാണെങ്കിലും എത്ര വലിയ വിഷയമാണെങ്കിലും ശരി, അതിൽ ഏതെങ്കിലും അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഖുർആനിൻ്റെ നിർദ്ദേശങ്ങളോ ഇല്ലാതെ, അല്ലെങ്കിൽ അതിലേക്ക് വ്യക്തമായ സൂചനകൾ കൊടുക്കാതെ ഒന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമുക്ക് മുമ്പിൽ വിട്ടേച്ചു പോയിട്ടില്ല. അതേപോലെ തന്നെ ഈ തഖ്ലീദുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങൾ, ആ സമുദായങ്ങൾക്ക് വന്ന പിഴവുകൾ, അവർക്ക് വ്യതിയാനങ്ങൾ വരാനുള്ള ഒരുപാട് കാരണങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി, വളരെ മർമ്മപ്രധാനമായ കാര്യമായി അവരിൽ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവരുടെ പിതാക്കന്മാരെ തഖ്ലീദ് ചെയ്യുന്നവരാണ്, അവരുടെ പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യുന്നവരാണ്. അതേപോലെ തന്നെ അവരിൽപ്പെട്ട പുരോഹിതന്മാരെയും പുരോഹിത സഭകളെയും അവർ പറഞ്ഞ വാക്കുകൾ അന്ധമായിക്കൊണ്ട് സ്വീകരിച്ച് അതിൻ്റെ തെളിവുകളും ന്യായങ്ങളും പരിശോധിക്കാതെ, കത്തനാർ പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം, അതുപോലെ തന്നെ പുരോഹിതൻ പറഞ്ഞാൽ ഏതെങ്കിലും ആ പുരോഹിതൻ പറഞ്ഞാൽ അതിന് വേദവാക്യമായിക്കൊണ്ട് സ്വീകരിക്കുന്ന അവസ്ഥ ഉള്ള ഒരു സാഹചര്യം മുൻപ് കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ താളുകളിലൂടെ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാ എന്ന് ക്രിസ്ത്യാനികളായ ആളുകളെ സംബന്ധിച്ച്, അഹ്ലി കിതാബിൻ്റെ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സഹോദരങ്ങളെ, ഈ മുൻഗാമികൾക്കുള്ള ഈ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങൾക്ക്, ആ സമുദായത്തിന് വന്നിട്ടുള്ള ഈ തഖ്ലീദിൻ്റെ ഭവിഷ്യത്ത് ഈ സമുദായത്തിലേക്കും കയറി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട്. അത് ഈ സമുദായത്തിൽ പുലർന്നിട്ടുമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരാളും തന്നെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വാക്കിനെ തഖ്ലീദ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മസ്അലയിൽ ഒരു കാര്യം വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ആ സഹോദരൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും അഭിപ്രായം നിങ്ങൾ പറഞ്ഞ് ഇതിനോട് യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യൂശികു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ് സമായി, നിങ്ങൾക്ക് മേൽ അള്ളാഹുവിൻ്റെ ചരൽമയ അല്ലെങ്കിൽ ആകാശലോകത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്ക് വരാറായിരിക്കുന്നു എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അഖൂലു ലക്കും ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നു, അബൂബക്കർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഉമർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ തിരുത്തുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചതായിക്കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇങ്ങനെ ഏത് മദ്ഹബിൻ്റെ ഇമാമിയങ്ങളാണെങ്കിലും, ഇമാം അഹ്മദ് ബിൻ ഹംബലും അതുപോലെ തന്നെ ഇമാം ഷാഫിഈയും ഇമാം അബൂ ഹനീഫയും അവരെല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ പറഞ്ഞ വാക്കിന് തൊണ്ട തൊടാതെ വിഴുങ്ങി അത് വേദവാക്യമായി സ്വീകരിച്ച് അതിനെ പ്രമാണമായി കണ്ട് അതിനപ്പുറം ഖുർആനിലേക്കും ഹദീസിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നൊന്നും അവർ പഠിപ്പിച്ചിട്ടില്ല. അവരൊക്കെ തന്നെയും പറഞ്ഞത്, ഇദാ ഖുൽതു ഖൗലൻ കിതാബുല്ലാഹി യുഖാലിഫുഹു ഫത്റുകു ഖൗലി, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ കിതാബ് എൻ്റെ വാക്കിനെതിരാണെങ്കിൽ അള്ളാഹുവിൻ്റെ വാക്കാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, എൻ്റെ വാക്കിനെ നിങ്ങൾ വലിച്ചെറിയുക എന്നാണ് എല്ലാ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മദ്ഹബിൻ്റെ ഇമാമുകൾക്ക് ശേഷമുള്ള ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള പൂർവ്വസൂരികളായ മുഴുവൻ പണ്ഡിതന്മാരും പഠിപ്പിച്ചത് അവരുടെ വാക്കുകളെയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെയോ തൊണ്ട തൊടാതെ വിഴുങ്ങി അതൊരു വേദവാക്യം പോലെ സ്വീകരിക്കണമെന്ന് അവരാരും തന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിലുള്ള ഭൂരിപക്ഷം ആളുകളുടെയും നിലപാടുകൾ അങ്ങനെയാണ്. ഞങ്ങളുടെ മദ്ഹബ് ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ഖുർആൻ ഉണ്ടാകട്ടെ, ഹദീസ് ഉണ്ടാകട്ടെ, ഞങ്ങൾക്കത് സ്വീകാര്യമല്ല. എൻ്റെ നേതാവ് ഒരു കാര്യം പറഞ്ഞാൽ
ആ നേതാവിൻ്റെ വാക്കാണ് എനിക്ക് പ്രമാണം. അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റുള്ളവൻ്റെ സംസാരം കേൾക്കേണ്ടതില്ല. എൻ്റെ സംഘടന ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഖുർആനും ഹദീസും നോക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന രീതിയിൽ തഖ്ലീദ് പുനർജനിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ അറിയപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണല്ലോ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അദ്ദേഹത്തിൻ്റെ മുജാഹിദ് പ്രസ്ഥാനം എങ്ങോട്ട് എന്ന പുസ്തകത്തിൽ കൃത്യമായി കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയത്? പണ്ഡിതന്മാർ എന്തു പറഞ്ഞാലും കളവാണെങ്കിലും അതുപോലെ തന്നെ അത് കളവാണെങ്കിലും ശരിയാണെങ്കിലും സാധാരണക്കാരന് പണ്ഡിതനെ പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരുടെ ബാധ്യത പണ്ഡിതർ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്നിവരെ കേരളത്തിൽ പച്ച മലയാളത്തിൽ എഴുതിവിടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രീതിയിൽ ഇന്നും ചില ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മദ്ഹബ് പറഞ്ഞതിനപ്പുറം ഹദീസ് കണ്ടാലും തല 3 പ്രാവശ്യം തല 3 പ്രാവശ്യം തടവേണ്ടതില്ല, 1 പ്രാവശ്യം തടവിയാൽ മതി എന്ന ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ബുഖാരിയുടെ ബാബ് കാണിച്ചു കൊടുത്താലും ശരി, ഇല്ല, ഞങ്ങളത് സ്വീകരിക്കില്ല. ഞങ്ങളുടെ മദ്ഹബ് 3 പ്രാവശ്യം തടവലാണ് എന്നത് ഞാൻ പിടിച്ച മോനിന് 3 കൊമ്പ്, അല്ലെങ്കിൽ എൻ്റെ മദ്ഹബ് മാത്രമാണ് ശരി എന്ന നിലപാട് അത് തഖ്ലീദ് അബദ്ധമാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ അള്ളാഹു എന്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ പ്രവാചകൻ എന്ത് പറഞ്ഞു, അതാണ് അവൻ സ്വീകരിക്കേണ്ടത്. അതിനെതിരെ ആര് പറഞ്ഞാലും അവൻ്റെ വലിപ്പ ചെറുപ്പമാവട്ടെ, അവൻ്റെ വലിപ്പ ചെറുപ്പം അവിടെ പരിഗണനീയമല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു സഹാബിയാണെങ്കിലും അള്ളാഹുവിൻ്റെയും അവൻ്റെ പ്രവാചകന്റെ വാക്കിന് എതിരായിക്കൊണ്ട് പറഞ്ഞാൽ അങ്ങനെ പറയുകയില്ല. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും അത് സ്വീകരിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിന് ഇല്ല. ഇതാണ് ഈ വിഷയവുമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തും എന്ത് പറഞ്ഞു അവിടെ നിൽക്കുക എന്നല്ലാതെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ സംഘടനകളെയും അതുപോലെ തന്നെ മറ്റുള്ള ആരെയും എത്ര വലിയവരാണെങ്കിലും അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ഏർപ്പാട് അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു നിലക്കുള്ള തെളിവുകളും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല എന്നതാണ് ഈ വിഷയവുമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷുക്കൂർ. ഞാൻ SCT അരീക്കോട്ടിലാണ്. ഞാൻ സമസ്തയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ ഉണ്ടായൊരു വിഷയമാണ് ചോദിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, അവർ തൗഹീദ് അചഞ്ചലമാണെന്ന് പറയുന്ന ഒരു പ്രമേയം ഈ നാട്ടിലൊന്ന് പ്രചരിപ്പിച്ചപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എന്താ വെച്ചാൽ നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ല എന്ന് പറയുന്ന ആളുകളാണെന്ന് പറഞ്ഞതിൽ ഞാൻ സമർത്ഥിച്ചു കൊടുത്ത വാദങ്ങൾ മാറിയത്. ഒരു സംവാദത്തിൽ നിങ്ങൾ പണ്ഡിതൻ പറഞ്ഞു അത് ഷിർക്കാണെന്ന് പറഞ്ഞു, വേറെ ഇതിൽ പറഞ്ഞു ഷിർക്കാവുകയില്ല, കാഫിറാണെന്ന് ഹുക്കുമ ചെയ്യപ്പെടും, അത് വീണ്ടും അതേപോലെ തന്നെ അത് ഹറാമാവുള്ളൂ. പിന്നെ പറഞ്ഞു അള്ളാഹു അല്ലാതെ സുജൂദ് ചെയ്യുന്ന വാദം ഇബ്ലീസിൻ്റെ വാദങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് സുജൂദ് ആരാധനയാവുന്നതുണ്ട്, ആരാധനയാവാത്ത സുജൂദും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് തെളിവായിട്ട് അദ്ദേഹം 2 സംഭവം പറഞ്ഞു. ഒന്ന്, ചോദ്യത്തിലേക്ക് നേരിട്ട് കിടക്കും. ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്ത വിഷയം. 2 തരം സുജൂദുകൾ ആണോ തങ്ങളുടെ, അതാണ് ചോദ്യം. അതുപോലെ യൂസുഫ് നബിക്ക് സൂറത്ത് യൂസുഫിൽ 100-ാമത്തെ ആയത്തും അദ്ദേഹം പറഞ്ഞു യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തതായിട്ടുള്ള വിഷയം. അതിലെന്താണ് ക്ലാരിഫിക്കേഷൻ? സുജൂദുമായി ബന്ധപ്പെട്ട് 2 തരം സുജൂദുകൾ ഉണ്ട്. എന്താണ് അതിൻ്റെ നിജസ്ഥിതി എന്നാണ് ചോദ്യത്തിലെ പ്രധാന ഭാഗം. സുജൂദ് എന്ന പദം ആരാധനയുടെ ഇസ്ലാമിൻ്റെ സാങ്കേതികമായ അർത്ഥത്തിലല്ലാതെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച 2 പ്രയോഗങ്ങളാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചത്. ഒന്ന്, ആദം നബിക്ക് മലക്കോട് ചെയ്യാനായി കൽപ്പിക്കപ്പെട്ട സുജൂദ്. അത് ഒരു അഭിവാദ്യമാണ്, തഹിയ്യത്താണ്, ആരാധനയല്ല. അതേപോലെ സൂറത്ത് യൂസുഫിൽ പറഞ്ഞ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിൻ്റെ പക്കലേക്ക് പിന്നീട് അവസാന കാലത്ത് തിരിച്ചെത്തുന്ന സന്ദർഭം പറയുമ്പോൾ അവർ അവിടെ സുജൂദിലായി വീണു എന്ന പ്രയോഗം കാണാം. അതും ആ നാട്ടിലുള്ള ഒരു അഭിവാദ്യ രീതിയാണ്. ആ രീതി ഒരു പക്ഷേ അവരുടെ ശരീഅത്തിൽ അവരുടെ മത നിയമങ്ങളിൽ അംഗീകരിക്കപ്പെട്ടതുമായിരിക്കാം. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ സുജൂദ് 2ആക്കി വിശദീകരിക്കുന്നതും അതേപോലെ നേരത്തെ സൂചിപ്പിച്ച സംവാദത്തിൽ വായിച്ച ആ ഭാഗവും അൽ അമാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇസുദ്ദീൻ സഖാഫി അൽ കാമിലി എന്ന് പറയുന്ന തെക്കൻ ജില്ലകളിലുള്ള ഒരു സഖാഫിയാണ് ആ ലേഖനം എഴുതിയത്. അദ്ദേഹം അതിൽ പ്രയോഗിച്ചത് എല്ലാ കഴിവും കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സുന്നി,
മറ്റൊരാൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല എന്നാണ് അയാൾ അവിടെ എഴുതിയത്. അതും ഇതും രണ്ടും ഒരിക്കലും ഒന്നല്ല. അവിടെ സുജൂദ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്താൽ ശിർക്കല്ല എന്ന ഒരു ആശയത്തിൽ തന്നെയാണ് അയാൾ എഴുതിയിട്ടുള്ളത്. അതിന് അയാൾ മാനദണ്ഡം പറഞ്ഞത് അയാൾക്കൊരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുകയും എല്ലാ കഴിവും റബ്ബിന് മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ പിന്നെ സുജൂദ് ചെയ്താലും ശിർക്കാവൂല, അത് സുജൂദാവില്ല എന്നതാണ്. ആ ഒരു മാനദണ്ഡം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് ഏതൊരു വിഷയവും ആരാധനയാവാൻ നാം നേരത്തെ വിശദീകരിച്ച ആ ഒരു മാനദണ്ഡം, ആ വിശ്വാസം ഉള്ളിലുണ്ടോ എങ്കിൽ അർപ്പിക്കപ്പെടുന്ന സുജൂദ് സുജൂദാണ്, റുക്കൂ ആണ്, തവാഫാണ്, സഹായാർത്ഥന പ്രാർത്ഥനയാണ്, നേർച്ചയാണ്, ബലികർമ്മങ്ങളാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതേസമയം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ഈ രണ്ട് സുജൂദുകൾ ആ ഒരു തലമേ അല്ല, അത് അഭിവാദ്യമർപ്പിക്കുക എന്ന ഒരു അർത്ഥത്തിൽ മാത്രം പ്രയോഗിക്കപ്പെട്ട പ്രയോഗമാണ്. അത് സുജൂദ് മാത്രമല്ല, ദുആ എന്ന പദവും കേവല വിളിക്ക് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ എന്ന് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. എൻ്റെ ജനതയെ രാപ്പകൽ ഭേദമില്ലാതെ ഞാൻ ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ചു പ്രാർത്ഥിച്ചുവെന്ന ദുആ എന്ന ഇസ്ലാമിന് സാങ്കേതികമായ പദമല്ല, മറിച്ച് ക്ഷണിച്ചുവെന്ന വിളിച്ചുവെന്ന അർത്ഥത്തിലുള്ള ഒരു പദപ്രയോഗം മാത്രമാണ്. എന്നതുപോലെ ഈ പദവും നമ്മൾ മനസ്സിലാക്കുക. സാങ്കേതികമായ സുജൂദാണോ അത് ആരുടെ മുമ്പിൽ സമർപ്പിച്ചാലും അത് ശിർക്ക് തന്നെയാണ്, അത് സുജൂദ് തന്നെയാണ്. എനിക്ക് ആ വിശ്വാസമില്ല എന്ന ന്യായത്തിന് പ്രത്യേകിച്ച് പ്രമാണത്തിൻ്റെ പിൻബലമില്ല എന്ന് കൂടി നാം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരങ്ങളെ, നമ്മുടെ ഈ സെഷൻ അതിൻ്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ചിന്തിക്കുന്നവരാണ് ചോദ്യം ഉന്നയിക്കുക, പ്രവർത്തിക്കാൻ തീരുമാനിച്ചവരാണ് ചിന്തിക്കുക. ഈ സദസ്സ് ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് ഈ സെഷൻ ധന്യമാക്കിയതിൻ്റെ പിന്നിൽ ഈ പ്രോഫ്കോൺ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങുമ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. 4 കാര്യങ്ങൾ ഒരു മുഅ്മിനിന് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർ നഷ്ടത്തിലാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വിശ്വാസവും സൽപ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കിയിരിക്കുന്ന ഹക്ക്, സത്യം, അത് മറ്റുള്ളവരോട് പരസ്പരം പങ്കുവെക്കുകയും ആ രംഗത്ത് വരുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈ ആയത്ത്, ഈ സൂറത്ത് പരിചയമില്ലാത്തവരായി ആരും ഉണ്ടാവുകയില്ല. എല്ലാവരും നഷ്ടത്തിലാണ്. 4 ആളുകൾ ഒഴിച്ച് വിശ്വസിക്കുകയും അമലുസ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമെന്നല്ല, ഈ പ്രോഫ്കോൺ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമല്ല, മറിച്ച് നാം വിശ്വസിച്ചിരിക്കുന്ന ഈ വിശ്വാസം അത് അറിഞ്ഞിട്ടില്ലാത്ത, എത്തിയിട്ടില്ലാത്ത, നമ്മുടെ സ്വന്തം അടുത്ത ബെഞ്ചിലിരിക്കുന്ന, നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന, നമ്മുടെ ക്യാമ്പസിൽ ഉറങ്ങുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ഓരോ വിദ്യാർത്ഥിനിക്കും ഈ ആശയം കൊടുക്കുക എന്നത്, അവരോട് ഈ കാര്യം പറയുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. അതാണ് 3ാമത്തെ കാര്യം. പരസ്പരം ഈ സത്യം നിങ്ങൾ ഉപദേശിക്കണം, ആ രംഗത്ത് വരുന്ന വിഷമങ്ങൾ സഹിക്കണം. ഈ 4മുള്ളവർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നഷ്ടത്തിലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് മനസ്സിൽ സൂക്ഷിക്കാനുള്ളതല്ല, ഈ ആശയങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ളതാണ്. നമുക്ക് കിട്ടിയ ഈ സമാധാനത്തിൻ്റെ സന്ദേശം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതിനെന്താ മാർഗം? നമ്മളിതിനെ പഠിക്കണം, ആഴത്തിൽ പഠിക്കണം. ഇവിടെ നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഒരു സൂചനയായി കണ്ട്, ഒരാമുഖമായി ദർശിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2ാമത്തെ കാര്യം, നിങ്ങൾക്കിതിനെ സഹായിക്കാൻ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, സത്യവാന്മാരോടൊപ്പം നിങ്ങൾ ഉണ്ടാവണമെന്നാണ്. അഥവാ
ഈ സത്യം ഉൾക്കൊണ്ട ആളുകൾ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടിയാണ് ഈ രംഗത്ത് മുന്നോട്ട് പോകേണ്ടത്. സത്യവാന്മാർ സംഘടിച്ച് മുന്നോട്ട് പോകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാണ് ഇവിടെ MSM പ്രവർത്തിക്കുന്നത്. ഈ ഹക്ക് സമൂഹത്തിൽ, പ്രത്യേകിച്ച് ക്യാമ്പസിൽ കാര്യമായി ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് MSM ഇവിടെ കേരളത്തിൽ 50-50 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇനി മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. ആ രംഗത്ത് മുന്നോട്ട് പോകണം. സ്വാഭാവികമായിട്ടത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും, പത്രത്തിൽ എവിടെയോ കണ്ടല്ലോ MSM മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു, മറ്റൊരു സമിതി വന്നിട്ടുണ്ടെന്നൊക്കെ, എന്താണിത് എന്ന് സ്വാഭാവികമായി ഉണ്ടാകും. ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സമാന്തരമായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, നടപടികളൊക്കെ അംഗീകരിക്കുകയല്ലേ വേണ്ടത് എന്ന്. സുഹൃത്തുക്കളെ, ഒരിക്കലും ആ പറഞ്ഞതിലൊന്നും വാസ്തവമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ ചുരുക്കി ഞാൻ 1-2 കാര്യങ്ങൾ അതിൽ സൂചിപ്പിക്കുകയാണ്. ചില കുട്ടികളെങ്കിലും അതിൽ സംശയമുള്ളവരുണ്ടാവാം എന്നുള്ളത് കൊണ്ട്. ഇവിടെ MSM അതിൻ്റെ ദൗത്യവുമായി വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. 5-6 മാസം മുമ്പ് തീരുമാനിച്ചതാണ് ഈ പ്രോഫ്കോൺ നടത്തുന്നതിന് വേണ്ടി. 8, 9, 10 തീയതികളിൽ ഇത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനുള്ള ഒരുക്കങ്ങളും തീരുമാനങ്ങളും അന്നുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചില സംഗതികൾ നമ്മൾ പത്രങ്ങളിൽ കാണുന്നത്. അതിലൊരു സത്യം നിങ്ങളോട് തുറന്നു പറയാനുള്ളത്, ഇതാ ആ തീരുമാനത്തിന് വിധേയരായവരിൽ മുന്നിൽ നിൽക്കുന്നവരാണ് ഞങ്ങളും നിങ്ങളെല്ലാവരും അറിഞ്ഞ സമയത്ത് തന്നെയാണ് ഞങ്ങളും അറിയുന്നത്. നിങ്ങളെല്ലാവരും ഏതൊരു പത്രത്തിൽ നിന്നാണോ ഇത് വായിച്ചത്, ആ പത്രങ്ങളിൽ നിന്നാണ് ഞങ്ങളും വിവരമറിയുന്നത്. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാം, തെറ്റു ചെയ്തവരോട് തിരുത്താൻ ആവശ്യപ്പെടാം. അത് തിരുത്തുക എന്നത് ഇസ്ലാമികമായ മര്യാദയാണ്. എന്നാൽ എന്താണ് കുറ്റം, എന്താണ് തെറ്റ് എന്ന് കൃത്യമായി പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയാതെ, അത് അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കാതെ, അതിനവർക്ക് പറയാനുള്ള വിശദീകരണങ്ങൾ ചോദിക്കാതെ, ഒരു 50 പൈസയുടെ കാർഡ് പോലും ഞങ്ങൾക്കാർക്കും അയച്ചിട്ടില്ല. ഒരു 50 പൈസയുടെ കാർഡ് പോലും ഞങ്ങൾക്ക് അയച്ചിട്ടില്ല. ഇതാ നിങ്ങളിൽ ഇന്ന കുറ്റമുണ്ട്, ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ വരണം, എന്നിട്ട് അതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എങ്കിൽ പറയണം എന്നൊരു വാക്ക് ഞങ്ങളോട് ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് പത്രത്തിൽ ഒരു തീരുമാനം കാണുകയാണ്. നിങ്ങളെയെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു. ഒരാളെയല്ല, 7 ആളുകൾ അല്ലെങ്കിൽ 9 ആളുകളടങ്ങുന്ന സെക്രട്ടേറിയറ്റിനെയല്ല, 35 ആളടങ്ങുന്ന എക്സിക്യൂട്ടീവിനെയല്ല, 100 കണക്കിന് ആളുകളടങ്ങുന്ന കൗൺസിലിനെയല്ല, 100 കണക്കിന് വരുന്ന മണ്ഡലം കമ്മിറ്റികളെയല്ല, 1000 വരുന്ന ശാഖാ കമ്മിറ്റികളെയല്ല, 10,000 വരുന്ന ISM-ന്റെയും MSM-ന്റെയും നിഷ്കളങ്കരായ പ്രവർത്തകന്മാരെയാണ് മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, അനസ്തേഷ്യ നൽകിയിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അങ്ങനെ നിന്നാ മതി, തൽക്കാലം ഇതാ ഇവിടെ ഒരു സംവിധാനമുണ്ട്. എന്തിനാണെന്നറിയുന്നില്ല, എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. സ്വാഭാവികമായും ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്തു? സ്വാഭാവികമായും ആളുകൾ ഇവിടെ ചെയ്തു വരാറുള്ളൊരു ശീലമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉടൻ പത്രസമ്മേളനം വിളിക്കും. എന്നിട്ട് പത്രക്കാരോട് പറയും, ഇതാ ഞങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടപടിയെടുത്തിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെയാണ് എന്ന് പത്രക്കാരോട് വിശദീകരിക്കും. വേഗം കോർട്ടിൽ പോകും, കോടതിയിൽ പോയി കേസ് കൊടുക്കും. ഇന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തത് ശരിയല്ലെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. അങ്ങനെ കേസ് കൊടുത്തത് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾക്ക് എവിടെയും വായിക്കാൻ സാധിച്ചിട്ടുണ്ടാവുകയില്ല. കോഴിക്കോട് ബീച്ചിലോ മുതലക്കുളം മൈതാനിയിലോ ആളുകളെ വിളിച്ചുകൂട്ടി, ഇതാ ഞങ്ങൾക്കെതിരിൽ തീരുമാനം വന്നിരിക്കുന്നു, അത് ശരിയല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ എവിടെയും വിശദീകരിക്കാനും പോയത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവുകയില്ല. എന്താ ഞങ്ങൾ ചെയ്തത്? ഞങ്ങൾ പഠിച്ചത് സംഘടനാപരമായ രീതിയിൽ ISM-ഉം MSM-ഉം ഈ വിഷയത്തിൽ കാലങ്ങളായി പഠിച്ചത്. KNM-ന്റെ ഭരണഘടന അനുസരിച്ച് എക്സിക്യൂട്ടീവ് ഒരു തീരുമാനമെടുത്തത്, അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വൈമനസ്യങ്ങളുണ്ട് എങ്കിൽ, തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, ആശങ്കയുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടത് ഭരണഘടനയിൽ തന്നെ ഒരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പരിഹാരം എന്താണെന്നോ, എക്സിക്യൂട്ടീവിലുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെങ്കിൽ അതിൻ്റെ തൊട്ടുമുകളിലുള്ള സഭയായ കൗൺസിലിന് അതിന് അപ്പീൽ കൊടുക്കാമെന്നാണ്. അതാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ വേഗം ഒരു കത്ത് തയ്യാറാക്കി ആ കൗൺസിലിൻ്റെ മുമ്പാകെ ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളോട് ചെയ്തത് ശരിയായ രീതിയിലല്ല. എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല.
അതുകൊണ്ട് ഞങ്ങളോടുള്ള കാരണം ചോദിക്കണം, ഞങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള സമയം അവസരം ഞങ്ങൾക്ക് നൽകണം, എന്നിട്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കണം, ഐക്യത്തോടുകൂടി നേരത്തെ പോയതുപോലെ പ്രബോധന രംഗത്ത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ച് ഞങ്ങൾ മൗനമായി ഇരിക്കുക മാത്രമാണ് ചെയ്തത്. ഏകദേശം 1.5 മാസമായി ഈ തീരുമാനമുണ്ടായിട്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, സങ്കടകരമെന്ന് പറയട്ടെ, ഇവിടെ ഉണ്ടായതെന്താണ്? അങ്ങനെ ഒരു തീരുമാനമുണ്ടായി, അതിലൊരു ചർച്ചയുണ്ടായി, അങ്ങനെ ഒന്ന് വിളിച്ചന്വേഷിച്ച് കാര്യങ്ങൾ തിരുത്തുന്നതിന് പകരം ഞങ്ങൾ കേട്ടത് ഈ ഒരു പ്രോഫ്കോൺ നടക്കുന്നതിൻ്റെ 1-2 ആഴ്ച മുമ്പ് ഈ നമ്മുടെ സംഘടനയുടെ ആ സ്ഥാനത്ത് തന്നെ കുറച്ച് കുട്ടികളെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ആ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന വേളയിൽ ഒരു കുട്ടി ചോദിച്ചു, എന്തിനാണ് ISM-നെയും MSM-നെതിരും നടപടിയെടുത്തത് എന്ന് അന്വേഷിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ, 2 നേതാക്കന്മാർ പറഞ്ഞ മറുപടിയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളോട് പറഞ്ഞ ഒരു വാഗ്ദാന ലംഘനമാണ് അവരവിടെ നടത്തിയത്. അവർ വാഗ്ദാന ലംഘനമാണ് നടത്തിയത്. എന്താണ് ആ വാഗ്ദാന ലംഘനം? 1-2 സന്ദർഭങ്ങളിൽ സംഘടനാപരമായ കാര്യങ്ങളും സമ്മേളന സംബന്ധമായ വിഷയങ്ങളും ആലോചിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിരുന്നിരുന്നു. ബഹുമാന്യനായ PK അഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ ഒരുമിച്ചിരുന്നിരുന്നു. ആ യോഗത്തിന് വിളിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇത് ഇനി ഭാവിയിൽ ഒരു നടപടിയെടുക്കുമ്പോൾ അതിൻ്റെ നാൾ വഴിയായി എണ്ണുന്നതിനു വേണ്ടിയാണോ നിങ്ങൾ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല, ഇത് സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ്, ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ്, ഒരിക്കലും ഇതൊരു നാൾ വഴിയല്ല, ഇതിന് മിനിറ്റ്സ് ഇല്ല, ഇതിന് ഒപ്പില്ല, അതുപോലുള്ള ഒരു യോഗമല്ല, സംഘടനാപരമായ മീറ്റിംഗ് അല്ല, ഞാൻ എൻ്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു സൗഹൃദമായ ഒരു സംഗമം മാത്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വാക്ക് പാലിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ 2 പ്രാവശ്യം പോവുകയും ആ യോഗത്തിൽ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ വീണ്ടും ഈ ചോദ്യം ഞങ്ങൾ ആവർത്തിച്ചു, ഇതൊരിക്കലും ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അല്ല, അങ്ങനെയല്ല ഈ വിളി എന്നവർ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ചില വിഷയങ്ങളിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. അതിൽ പ്രധാനമായി അവർ ചോദിച്ച ഒരു ചോദ്യം, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ്. ഞങ്ങൾ പറഞ്ഞ മറുപടി അംഗീകരിക്കുന്നുണ്ട് എന്നതാണ്. അതോടൊപ്പം ഞങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു വാചകം, ഇപ്പോൾ തീരുമാനിച്ച ചില തീരുമാനങ്ങളിൽ നമ്മുടെ ഉത്തരവാദപ്പെട്ട ചില പണ്ഡിതന്മാർ തന്നെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യരായ അബ്ദുല്ല കുസുല്ലമയെ പോലെ, അതുപോലെ തന്നെ ഉനുദ്ദീൻ ലബ്ബാധാരിമിയെ പോലെ, സുഹൈർ ചുങ്കത്തറ മൗലവിയെ പോലെ, അബൂബക്കർ സലഫിയെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേഖാമൂലവും അല്ലാതെയും നിങ്ങൾക്ക് ചില ആശങ്കകൾ അറിയിച്ചിട്ടുണ്ടെന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്.